നിത്യ മരണം അല്ലെങ്കിൽ നിത്യ ജീവൻ. മോശെ വയസ്സ് 120. കണ്ണിൻ്റെ കാഴ്ച അല്പം പോലും കുറഞ്ഞിട്ടില്ല. മുമ്പിൽ നിൽക്കുന്നത് 10 പേരല്ല, 20 പേരല്ല, 20 ലക്ഷം പേർ. നിലവിളിക്കുന്ന സഹോദരങ്ങളെ, ചൂസ് ലൈഫ്, ചൂസ് ലൈഫ്. ജീവന് തിരഞ്ഞെടുത്തുകൊള്ളുക. ജോർദാന്റെ അക്കരയിൽ പോയ കർത്താവിൻ്റെ ക്യാപ്റ്റൻ ജോഷുവ 24:15 വചനത്തിൽ, നിങ്ങൾക്ക് ആരെ വേണം? എടത്തുവ വേണമോ, വലത്തുവ വേണമോ, കൊച്ചടത്തുവ വേണമോ, കുറുവായൂർ വേണമോ, കുറുസടി വേണമോ, മന്ത്രപാഠം വേണമോ, മനുഷ്യ ഉപദേശം വേണമോ, ജഡം വേണമോ, കള്ളു വേണമോ, മദ്യപാനം വേണമോ, ബീഡി വേണമോ, കൈക്കൂലി വേണമോ, അക്രമം വേണമോ, ഉന്നതനായ യേശു വേണമോ? ആറ്റിൻ്റെ അക്കരയിൽ നീ ഉണ്ടാക്കി നമസ്കരിച്ച അമോറിയരുടെ ഉണ്ടാക്കപ്പെട്ട ദൈവം വേണമോ, നിന്നെ സൃഷ്ടിച്ച യഹോവ വേണമോ? ജോഷുവ 24:15. Then Captain Joshua, Bible says, he wholeheartedly came to a conclusion, proclaimed, I myself and my family will serve the living God in heaven. അവസാനം ജോഷുവ ഒരു തീരുമാനമെടുത്ത്, നിങ്ങൾ എങ്ങനെയും പോയിക്കോ, ഞാനും എൻ്റെ കുടുംബമോ യഹോവയെ സേവിക്കും. ജീവനെ തിരഞ്ഞെടുക്കും, ജീവന്റെ ഉടമസ്ഥനെ തിരഞ്ഞെടുക്കും. ബുദ്ധിരൻ ഉള്ളവന് ജീവൻ ഉണ്ട്, ബുദ്ധിരൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല. അവന് ഉള്ളത് മരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലർ 3:14, എബ്രായർ 12:2, വെളിപ്പാട് പുസ്തകം 1:17 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഇവൻ ജീവനായകൻ, വിശ്വാസ നായകൻ, ഈ പ്രപഞ്ചത്തിൻ്റെ നായകൻ. അവന് തിരഞ്ഞെടുത്തുകൊള്ളുക. ഹല്ലേലൂയ. മോവാബ് കോവനന്റ്, മോവാബ് താഴ്വരയിൽ നിന്നാണ് മോശെ ഇത് നിലവിളിക്കുന്നത്. ഇനി മരണത്തെ തിരഞ്ഞെടുക്കരുത്, ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. കാരണം ദാവീദ് ജീവനെ തിരഞ്ഞെടുത്ത്, സൗലോ മരണത്തെ തിരഞ്ഞെടുത്ത്. ജീവനെ തിരഞ്ഞെടുത്ത ദാവീദ് ബലത്തിൽ വർദ്ധിച്ചു 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 മഹാബലവാനായി തീർന്ന്, മരണത്തെ തിരഞ്ഞെടുത്ത സൗലോ ആത്മഹത്യ ചെയ്തു. ആമേൻ. ദാവീദ് ജീവനെ തിരഞ്ഞെടുത്ത്, സൗൽ മരണത്തെ തിരഞ്ഞെടുത്ത്. ഹാബേൽ നീതിമാൻ ജീവനെ തിരഞ്ഞെടുത്ത്. കയീൻ ദുഷ്ടൻ. 1 യോഹന്നാൻ 3:12 അവൻ മരണത്തെ തിരഞ്ഞെടുത്ത്. ആബ്രഹാം ജീവനെ തിരഞ്ഞെടുത്ത്. ലോത്തോ മരണത്തെ തിരഞ്ഞെടുത്ത്. ഇസഹാക്ക് ജീവനെ തിരഞ്ഞെടുത്ത്. ഇസ്മായേലോ മരണത്തെ തിരഞ്ഞെടുത്ത്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഭക്തൻ യാക്കോബ് ജീവനെ തിരഞ്ഞെടുത്ത്. ഏസാവോ മരണത്തെ തിരഞ്ഞെടുത്ത്. മൊർദെഖായ് ജീവനെ തിരഞ്ഞെടുത്ത്. കൈക്കുലിക്കാരൻ ഹമാൻ മരണത്തെ തിരഞ്ഞെടുത്ത്. റൂത്ത് എന്നുള്ള ദൈവ പൈതൽ ജീവനെ തിരഞ്ഞെടുത്ത്. ഒരു സാപ്പാടിന് പ്രാർത്ഥിക്കാൻ വന്ന ഓർപ്പ മരണത്തെ തിരഞ്ഞെടുത്ത്. യേശുവിൻ്റെ ഒരു ഭാഗത്തിലുള്ള കള്ളൻ ജീവനെ തിരഞ്ഞെടുത്ത്, മറ്റവനോ മരണത്തെ തിരഞ്ഞെടുത്ത്.
മറിയ, മാർത്ത ഒരു കരുവിൽ നിന്ന് ഉൽപാദനമായ സഹോദരിമാരെങ്കിലും ഒരുത്തി ജീവനെ തിരഞ്ഞെടുത്ത്, മറ്റവളോ മരണത്തെ തിരഞ്ഞെടുത്ത്. രാവിലെ ഉറക്കം നഷ്ടപ്പെടുത്തി ദൈവസന്നിധിയിൽ ജീവനെ തിരഞ്ഞെടുത്ത് എത്തിയിരിക്കുന്ന എൻ്റെ ഉടമ്പിറപ്പുകളെ, നിങ്ങളെ ചുമ്മാ വിടുകയില്ല ദൈവം. ആമേൻ. നിങ്ങളുടെ തലമുറയെ ദൈവം ചുമ്മാ വിടുകയില്ല. അവൻ്റെ അനുഗ്രഹത്തിൻ്റെ കൂമ്പാരം നിൻ്റെ കുടുംബത്തിൽ വരും, നിൻ്റെ തലമുറയിൽ വരും. മക്കളില്ലാതെ വിലപിക്കുന്നുവോ, മക്കളല്ല ചെറുമക്കളെയും നീ കാണും. ആമേൻ. കടംഭാരത്തിൽ വലിയുന്നുവോ, കടംഭാരം തീരുന്നത് മാത്രമല്ല, നീ മറ്റവർക്ക് കടം കൊടുക്കുന്ന രീതിയിൽ ദൈവം നിന്നെ ഉയർച്ചയിൽ വയ്ക്കും. ഊറ ബാലജന സന്ധന ഷഗാറ ജനശാലധനരബ. കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു, കെട്ടുകൾ പൊട്ടുന്നു. ആമേൻ. ചില ആളുകൾക്ക് മരണവപ്രാളം, മരണവപ്രാളം, മരണഭയം, ഉൾഭയം. ചില ആളുകളുടെ മരണഭയമവും മരണവപ്രാളവും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അറ്റുപോ. പോ പോ. ജീവൻ, ജീവൻ, നിങ്ങളുടെ ഉള്ളിൽ ജീവൻ, ജീവൻ, ഉയരത്തിലെ ജീവൻ ഇറങ്ങുന്നതാ. ജീവൻ, ജീവൻ. ഇരുന്ന് വടി പോലെ ഇരിക്കല്ലേ, വടി പോലെ ഇരിക്കരുത്, ആത്മാവിൽ നിറയുക. ടി 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 ടി. സ്വർഗം താണിറങ്ങി വരുന്നു, 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 സ്വർഗം താണിറങ്ങി വരുന്നു. നിങ്ങൾക്കായി, നിങ്ങൾക്കായി സഹോദര, നിനക്കായി സഹോദരി, നിനക്കായി കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കായി അഗ്നിമഴ, 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 അഗ്നിമഴ. കോടും കാറ്റുണ്ടി വാനദേശത്തൻ പ്രിയനെ എന്നെ വിടല്ലേ. കോടും കാറ്റുണ്ടൻ വാനദേശത്തിൽ പ്രിയനെ എന്നെ വിടല്ലേ. കോടിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങ് തീർക്കണേ. കോടിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങ് തീർക്കണേ. ജീവനെ തിരഞ്ഞെടുത്ത ദാവീദ്, മരണത്തെ തിരഞ്ഞെടുത്ത സൗൽ. ജീവനെ തിരഞ്ഞെടുത്ത ഹാബേൽ, മരണത്തെ തിരഞ്ഞെടുത്തവൻ്റെ ഉടമ്പിറപ്പ് കയീൻ. ജീവനെ തിരഞ്ഞെടുത്ത മൊർദെഖായി, മരണത്തെ തിരഞ്ഞെടുത്ത ഹാമാൻ. ഇന്ന് ആഴമായി ജീവനെ തിരഞ്ഞെടുത്ത മറിയ, മരണത്തെ തിരഞ്ഞെടുത്ത മാർത്ത. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42-ാം വചനം വരെ. യേശു വന്നപ്പോൾ 38-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു, മാർത്ത യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ട്. ആമേൻ, ആമേൻ. യേശു വരുന്നത് നിന്റെ വീട് കാണാനല്ല, നിന്റെ ഉള്ളു കാണാൻ. ആമേൻ. യേശു കാണുന്നത് നിന്റെ വീട്ടിൻ്റെ ഉള്ളറകളെ കാണാനല്ല, യേശു വരുന്നത് നിന്റെ ഉള്ളിൻ്റെ ഉള്ളറകളെ കാണാൻ. Martha accepted Jesus into her house. വീട്ടിൽ കൈക്കൊണ്ട്. കർത്താവ് നോക്കുന്നത്
നിന്റെ മുഖത്തെ അല്ല, നിന്റെ അകത്തെയാണ്. 1 സാമുവേൽ 16:7. മനുഷ്യൻ പുറം നോക്കുന്ന ദൈവം നിന്റെ അകം നോക്കുന്ന ദൈവമാണ്. ആമേൻ. കർത്താവ് നമ്മോടുള്ള കൂട്ടായ്മ മുഖാന്തരം നമ്പർ 1, വെളിപ്പാട് പുസ്തകം 3:20 അവൻ നമ്മുടെ ഹൃദയത്തെ തട്ടിക്കൊണ്ടേ നിൽക്കുന്നു. ആമേൻ. അവൻ തട്ടിക്കൊണ്ടേ നിൽക്കുന്നു. അപ്പോസ്തലർ 16:14 തൻ്റെ വചനം അയച്ച് നമ്മുടെ ഹൃദയത്തെ അവൻ തിറക്കുന്നു. 1 അവൻ തട്ടുന്നു, അല്ലെങ്കിൽ മുട്ടുന്നു. 2 അവൻ നമ്മുടെ ഹൃദയത്തെ അപ്പോസ്തലർ 16:14 പ്രകാരം അവൻ തിറക്കുന്നു. 3 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സദൃശവാക്യം 23:26 മകനേ മകളെ നിന്റെ ഹൃദയം എനിക്ക് താ. ഹൃദയത്തെ തട്ടിയവൻ, ഹൃദയത്തെ തുറന്നവൻ, ഇപ്പോൾ അവൻ എൻ്റെ ഹൃദയത്തെ അവൻ സ്വന്തമാക്കും. കാരണം സദൃശവാക്യം 4:23 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നു. ഹൃദയം നാം പഠിച്ചിട്ടുണ്ട്. അത് രക്തം ഉത്ഭവിക്കുന്ന ഹൃദയം. ആ ഹൃദയമല്ല ബൈബിളിൽ ഹൃദയം. ബൈബിളിലെ ഹൃദയം യോഹന്നാൻ 7:37 യേശു വ്യാഖ്യാനിച്ച മനുഷ്യൻ്റെ ഉള്ള്, അതാണ് ഹൃദയം. അത് രക്തം പമ്പ് ചെയ്യുന്നതല്ല, പരിശുദ്ധാത്മാവിനെ പമ്പ് ചെയ്യുന്നത്, ജീവനെ പമ്പ് ചെയ്യുന്നത്. ജീവന്റെ ഉത്ഭവസ്ഥാനം ഈ ഉള്ള് എന്നുള്ള ഹൃദയത്തിലാണ്. ആ ഹൃദയത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, കർത്താവ് വരുന്നത് സഹോദരങ്ങളെ നമ്മുടെ വീട് കാണാനല്ല, നമ്മുടെ കൂട് കാണാൻ. ആമേൻ, ആമേൻ. നമ്മുടെ ഉള്ളിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നമ്പർ 1 പ്രസംഗി 3:11 നിത്യതയെ വയ്ക്കും. നമ്മുടെ ഉള്ളിൽ നാം ജനിച്ച് ഈ ഭൂമിയിൽ വീഴുമ്പോൾ തന്നെ രാജാതി രാജ നമ്മുടെ ഹൃദയത്തിൽ നിത്യതയെ വയ്ക്കും. 2 റോമർ 5:15 ദൈവ സ്നേഹം എന്നുള്ള പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ വയ്ക്കുന്ന ദൈവം. 3 റോമർ 10:9 വിശ്വാസത്തെ നമ്മുടെ ഹൃദയത്തിൽ വയ്ക്കുന്ന കർത്താവ്. 4 അപ്പോസ്തലർ 2:43 ദൈവ ഭയത്തെ നമ്മുടെ ഹൃദയത്തിൽ വയ്ക്കുന്ന കർത്താവ്. 5 സങ്കീർത്തനം 119:11 ദൈവവചനം എന്നുള്ള ദൈവ കൽപ്പനയെ നമ്മുടെ ഹൃദയത്തിൽ വയ്ക്കുന്ന ദൈവം. ഈ 5ഉം വച്ചാൽ മറ്റൊന്ന് നിൻ്റെ ഹൃദയത്തിൽ ഉത്ഭവിക്കും. ഞാൻ രക്ഷിക്കപ്പെട്ടതുപോലെ, ഞാൻ ക്രിസ്തുവിനെ കണ്ടതുപോലെ എൻ്റെ ജാതിയും എൻ്റെ സഹോദരനും എൻ്റെ പള്ളിയും എൻ്റെ പാതിരിയും യേശുവിനെ കണ്ടെത്തണം. റോമർ 10:1 വാഞ്ച നിൻ്റെ ഹൃദയത്തിൽ ഉടലെടുക്കും. ആമേൻ. മാർത്ത ഹൃദയത്തെ അടച്ചിട്ട്, മറിയം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ദൈവസന്നിധിയിൽ ഹൃദയത്തെ തുറന്നു. അവൻ നമ്മുടെ ഹൃദയത്തിൽ നാം ജനിച്ച് ഈ ഭൂമിയിൽ വീഴുമ്പോൾ തന്നെ പ്രസംഗി 3:11 നമ്മെ പഠിപ്പിക്കുന്ന നിത്യത. നിത്യത എന്നാൽ നിത്യ ജീവനുമല്ല, നിത്യ മരണം അല്ല. അത് നിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിത്യ മരണമോ നിത്യ ജീവനോ ആയി മാറും. നല്ല ഒരു വചനം
റോമർ 6:23 പാപത്തിൻ്റെ ശമ്പളം മരണം, ദൈവത്തിൻ്റെ ദാനമോ ക്രിസ്തുവിൽ നിത്യ ജീവൻ. ആമേൻ. ഈ യേശു ഇല്ലാതെ മറ്റാരെങ്കിലും കൂട്ടുപിടിച്ച് സ്വർഗത്തിൽ പോയിക്കൊള്ളാമെന്ന് ആരെങ്കിലും ചിന്തിച്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അറുത്തു മാറ്റി കത്തിക്കുക. ആമേൻ. പുത്രൻ ഉള്ളവന് ജീവൻ ഉണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന റോമർ 6:23 ദൈവത്തിൻ്റെ ദാനമോ ക്രിസ്തു യേശുവിൽ നിത്യ ജീവൻ. ബൈബിളിലെ ഓരോ വരിയിലും ഇങ്ങനെ റിഫ്ലക്റ്റ് ആകുന്നത് ക്രിസ്തുവിൻ്റെ ജീവനാണ്. ആദ്യ പ്രവചനം യഹോവ ദൈവം ഉൽപ്പത്തി 3:15 ഉച്ചരിക്കുന്നു, സർപ്പത്തിൻ്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതി യേശു. അവനാണ് ജീവൻ. സർപ്പത്തിൻ്റെ നിന്റെ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ കൊട്ടേഷൻ എടുത്തിരിക്കുന്ന സർപ്പം, പാമ്പിൻ്റെ അപവാദിയുടെ തല തകർക്കുവാൻ ഇറങ്ങി വന്ന സ്ത്രീയുടെ സന്തതി യേശു. അവനെൻ്റെ ഉള്ളിൽ പ്രവേശിക്കണം. രണ്ടാമത് പുറപ്പാട് പുസ്തകം 14:16 6 ലക്ഷം പുരുഷന്മാരെ അക്കരയിൽ കടത്തിവിടുവാൻ ചെങ്കടയുടെ കരയിൽ നിൽക്കുന്ന ലീഡർ മോശയുടെ കയ്യിൽ ഒരു വടി. വടി സൂചന നൽകുന്നത് ക്രിസ്തുവിൻ്റെ നിഴലാണ്. ക്രിസ്തുവിൻ്റെ നിഴൽ, മോശയുടെ വടി. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഇത് ചെങ്കടലിനെ രണ്ടായിട്ട് പിളർക്കുന്ന വടി മാത്രമല്ല, ഇത് ചരിത്രത്തെ രണ്ടായിട്ട് പിളർന്ന വടിയാണ്. ബാലജന സന്തന മോശയുടെ വടി എന്നുള്ള ക്രിസ്തുവിൻ്റെ നാമം ചെങ്കടൽ പിളർന്നത് മാത്രമല്ല, ഇത് ലോക ചരിത്രത്തെ ക്രിസ്തുവിന് മുമ്പ് BC AD എന്ന് രണ്ടായിട്ട് പിളർന്ന വടിയാണ് യേശു എന്നുള്ള വടി. ചരിത്രത്തെ രണ്ടായിട്ട് പിളർന്ന് മാത്രമല്ല, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതു സൃഷ്ടി. ഒരുത്തൻ്റെ ജീവിതത്തിൽ ക്രിസ്തു വന്നാൽ അവൻ്റെ ജീവിതത്തെയും രണ്ടായിട്ട് പിളർന്ന യേശു. ആമേൻ, ആമേൻ. ലേവിയ പുസ്തകം 9:3 ഊനമില്ല ഒരു വയസ്സ് ആൺകുട്ടി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നിഴലാണ്. ഭക്തൻ യാക്കോബ് ലൂസ് എന്നുള്ള ബഥേലിൽ നിലവിളിച്ചപ്പോൾ സ്വർഗത്തോളം എത്തി നിൽക്കുന്ന കോവണി യേശുവിൻ്റെ നിഴലാണ്. ദാനിയേൽ പ്രവചനം 2:34 വാനത്തിൽ നിന്ന് ഒരു മനുഷ്യൻ്റെയും കൈ തൊടാത്ത ഒരു കല്ല് പറഞ്ഞു വന്നത് യേശുവിൻ്റെ നിഴലാണ്. ആ കല്ല് വിഗ്രഹത്തെ ഇരുമ്പിനെയും കളിമണ്ണിനെയും അടിച്ച് തകർത്ത് ആ കല്ല് വലുതായി 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 35-ാം വചനത്തിൽ മഹാപർവ്വതമായി തീർന്ന്. മത്തായി സുവിശേഷം 21:44 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, ആരെയും തകർക്കുന്ന കല്ല് ഈ കല്ല്, ആരാലും തകർക്കപ്പെടാത്ത കല്ല് ഈ കല്ല്. ആമേൻ. ആ കല്ല് പൗലോപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. ആ കല്ല് 1 കൊരിന്ത്യർ 10:4 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു.
ആ കല്ല് എന്നുള്ള പർവ്വതം ക്രിസ്തു തന്നെ. ആമേൻ. മോശയുടെ നിലവിളി സഹോദരങ്ങളെ, പഴയ വേലപ്പാടുകൾ 40 ആണ്ടുകൾ മരുഭൂമിയിൽ കാണിച്ചു കൊടുത്തത്, കാണിച്ചു കൂട്ടിയത് ഇനി ഡോണ്ട് റിപ്പീറ്റ്, ആവർത്തിക്കരുത്. ഇനിയെങ്കിലും ജീവന് തിരഞ്ഞെടുത്തുകൊള്ളുക. ആമേൻ, ആമേൻ. മറിയ സറണ്ടറായി യേശുവിൻ്റെ പാദത്തിലിരുന്ന് ജീവന്റെ ഉറവിടമായ വചനം എന്നുള്ള നല്ല അംശം തിരഞ്ഞെടുത്തപ്പോൾ ലൂക്കോസ് 10:40 വചനത്തിൽ മാർത്തയുടെ സ്വന്തം സഹോദരി അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കലങ്ങി അല്ലെങ്കിൽ കുഴഞ്ഞു. ഇവൾ അതിൻ്റെ അർത്ഥം ഒരു പകരക്കാരനെ കണ്ടെത്തി. യേശുവിന് പകരം സർവീസ്, ഒരു പകരക്കാരനെ കണ്ടുപിടിച്ച് യേശുവിന് പകരക്കാരന് കണ്ടെത്തുവാൻ തുനിയരുത്, തോറ്റുപോകും. ബൈബിൾ ചന്തമായി നമ്മ പഠിപ്പിക്കുന്നു, ഇവന് തുല്യൻ ഇവൻ തന്നെ. ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.